അങ്ങനെ കടുമാങ്ങ അച്ചാർ ഇടാനായിട്ട് ആഗ്രഹിച്ചതുപോലെ കടുമാങ്ങ വീട്ടിലെത്തിയിട്ടോ. ഈ കടുമാങ്ങ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ടീച്ചറാണ് എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ദാറ്റ് ഫാമിലി. അതിന് ശേഷം ഞാൻ അതിൻ്റെ കമ്പും ചില്ലിയൊക്കെ ഒടിച്ചു കേട്ടോ. അത് തന്നെ കളയുമ്പോൾ പകുതി പോവും. പിന്നെ നമ്മുടെ ഉരുളി പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചു. അപ്പം തന്നെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിലെ വെള്ളം കംപ്ലീറ്റ് കളയാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. രാത്രി കിടന്ന് ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴാണ് അയ്യോ മാങ്ങയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എഴുന്നേറ്റ് ചെന്നപ്പോഴേക്കും ഓൾറെഡി വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കുപ്പികളിൽ അടുക്കിയിട്ടോ. മാങ്ങ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണിയിലാണ് ഇടേണ്ടത്. പക്ഷേ കുട്ടി ഭരണി നോക്കിയപ്പോൾ അതിൻ്റെ അടപ്പം കാണാനില്ല. പിന്നെ വലിയ ഭരണിയൊക്കെ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ് ആ നേരത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ചില്ല് കുപ്പിയിലും കുറച്ച് പ്ലാസ്റ്റിക് കുപ്പിയിലായിട്ടിട്ടു. ഒരിക്കലും മാങ്ങയൊന്നും നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടാനായിട്ട് പാടില്ല. പിന്നെ ഇത് വളരെ ചെറിയ മാങ്ങ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു 10 ദിവസം ആകുമ്പോഴേക്കും നമുക്കിത് എടുത്ത് ശരിക്കും നമുക്ക് അച്ചാറിടാനായിട്ട് പറ്റും. 3 ദിവസമായപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറി മാങ്ങയൊക്കെ ചുങ്ങി തുടങ്ങിയിട്ട് വെള്ളം പൊന്തി തുടങ്ങി. ഇനി ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിത് അരിച്ച് കടുമാങ്ങ ഉണ്ടാക്കാം.